യുദ്ധവിരാമത്തിന് 14 ഇന നിർദ്ദേശങ്ങൾ അമേരിക്ക ഇറാന് മുൻപിൽ സമർപ്പിച്ചു. തങ്ങളത് പഠിച്ചു വരികയാണെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയും വന്നു. പാകിസ്ഥാൻ മുഖാന്തരമാണ് ഈ നിർദ്ദേശങ്ങൾ ഇറാൻ വശത്തിലേക്ക് എത്തിച്ചത്. അതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യുദ്ധാവസ്ഥ ഔദ്യോഗികമായ രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു അവസാനം ഉണ്ടാവണം. ഹോർമുസ് കടൽ സാധാരണ വ്യാപാര കപ്പലുകൾക്ക് തുറക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇറാൻ ഒരുക്കണം. യുറേനിയം പ്രവർത്തനങ്ങൾ നിർത്തുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള അവരുടെ കൈവശത്തിലുള്ള യുറേനിയം കൈമാറുകയും ചെയ്യുക. തങ്ങൾക്ക് കൈമാറണം എന്നാണ് പറയുന്നത്. 20 വർഷത്തേക്ക് ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇറാൻ തുടരാൻ പാടില്ല. സമാധാന ചർച്ചയ്ക്ക് 30 ദിവസത്തെ ഇടക്കാല കരാർ ഉണ്ടാക്കണം. അതിനോട് ഇറാൻ സഹകരിക്കണം. മിസൈൽ ഡ്രോണുകൾ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണ പരമ്പരകൾ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും എതിരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ അത് നിർത്തണം. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന 14 നിർദ്ദേശങ്ങളാണ് പറയപ്പെട്ടത്. മുൻപ് പറയപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ പലതും ഇതിലുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരുപാട് ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാഠിന്യം കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഒരു പ്രതികരണം ചാനൽ നടത്തിയത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായിരിക്കുന്ന മറുപടിയല്ല എന്നും അദ്ദേഹം പറയുന്നു. അഥവാ ഉപരോധം പിൻവലിക്കുക എന്നുള്ളത്, ആ പ്രവൃത്തി ആദ്യം ചെയ്യേണ്ടത് അമേരിക്കയാണ്. ഹോർമുസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? ഹോർമുസ് കടലും അമേരിക്കയും തമ്മിൽ ബന്ധമില്ല, തങ്ങളുടെ കടൽപ്പാതയാണത്. അവിടെ കൊണ്ടുവച്ചിട്ട് ഇറാൻ്റെ കപ്പലുകൾ പുറത്തു പോകുന്ന സമയത്ത്, മറ്റേതെങ്കിലും കപ്പൽ പുറത്തു പോകുന്ന സമയത്ത് അതിന് പ്രതിരോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക, അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ആ പണി ആദ്യം നിങ്ങൾ നിർത്തണം. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കണം. നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്? തിരിച്ചു പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്ക തമ്മിൽ ശത്രുതയില്ല. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചതാണ്, എന്നിട്ട് നിങ്ങൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭൂമികയല്ല ഇത്. അതുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. തങ്ങൾക്ക് നേരെ നടത്തിയ യുദ്ധം 2025-ലും 2026-ലും നടത്തിയ യുദ്ധത്തിന് മാന്യമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകണം. അത് ഇസ്രായേലും അമേരിക്കയും നൽകേണ്ടതാണ്. നഷ്ടത്തിൻ്റെ കണക്കും അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ തങ്ങൾ UN സഭയിൽ അവതരിപ്പിക്കും, അല്ലെങ്കിൽ മധ്യസ്ഥർക്ക് മുഖാന്തരം നൽകും. അത് നിങ്ങൾ നൽകണം. സമ്പുഷ്ട യുറേനിയം തങ്ങൾ ഉപേക്ഷിക്കില്ല. അത് ഞങ്ങൾ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയല്ല. എല്ലാ രാജ്യവും അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, രാജ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അത് നിർമ്മിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇറാന് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഉചിതമായ കാര്യമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ മറ്റൊരു രീതി പറയുന്നത്, യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട് 450 കിലോഗ്രാം ഇറാൻ്റെ സമ്പുഷ്ട യുറേനിയം സൂക്ഷിക്കാമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. കാരണം സമ്പുഷ്ട യുറേനിയം നിർബന്ധമായ രീതിയിൽ കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ കയ്യിലേക്ക് തങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് റഷ്യ പറഞ്ഞു. അപ്പോൾ നിലവിൽ ഇപ്പോൾ അറ്റോമിക് ഏജൻസിയുടെ കണക്ക് പ്രകാരം 450 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയമാണ് ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലുള്ളത്. ഇതിൽ അടുത്ത ഭാഗം പറയുന്നത് ഹോർമുസിന്റെ പരമാധികാരം വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും കൂടി ഇറാൻ പറയുന്നുണ്ട്. പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വെച്ചാൽ സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കി മാറ്റണം. ഏതുപോലെ യുദ്ധത്തിന് മുൻപ് എങ്ങനെയാണെന്ന അവസ്ഥ അങ്ങനെ മാറ്റണം. അതിന് ഇറാൻ പറയുന്ന കാര്യം, അങ്ങനെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഞങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം തരാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ആ സമയത്ത് സ്വതന്ത്ര പാതയാക്കി മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. 20 വർഷം സമ്പുഷ്ട യുറേനിയം പദ്ധതി നിർത്തിവെക്കണം എന്ന് അമേരിക്ക പറയുന്നുണ്ട്. സമ്പുഷ്ട യുറേനിയം പദ്ധതി ഞങ്ങൾ നിർത്തിവെക്കില്ല എന്ന് പറയുന്ന സമയത്ത് പിന്നെ വർഷത്തെക്കുറിച്ച് പറയേണ്ട എന്നുള്ളതാണ്. 2015-ൽ സമാനമായിരിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായ സമയത്ത് ഇറാൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന സമ്പുഷ്ട യുറേനിയം റഷ്യക്ക് കൈമാറിയിട്ടുണ്ട്. അത് JCPOA, ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഈ സംവിധാനം വഴിയാണ് നൽകിയത്. അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം JCPOA നിർദ്ദേശിച്ചതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? റഷ്യക്ക് സമ്പുഷ്ട യുറേനിയം ഇറാൻ കൈമാറി എന്ന് പറഞ്ഞാൽ അത് ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു നൽകുക എന്ന കരാർ വ്യവസ്ഥ പ്രകാരമാണ് തിരിച്ചു നൽകിയത്. അമേരിക്കയും റഷ്യയും ഫ്രാൻസും അടക്കമുള്ള 6 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് 2025 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ, ഒബാമയുടെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അത് അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ കൈമാറ്റ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായത്. എന്നാൽ 2018-ൽ
ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ കരാറിൽ നിന്ന് സ്വമേധയാ അമേരിക്ക പിന്മാറി. അത് ഏറ്റവും വലിയ മണ്ടത്തമാണ്, ചരിത്രപരമായിരിക്കുന്ന വിഡ്ഢിത്തമാണ് എന്നൊക്കെ പിന്നീട് അത് റിപ്പോർട്ടായിട്ട് പുറത്ത് വരികയും ചെയ്തു. എന്ത് വിവരക്കാണ് ചെയ്തത്? അങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് 2018 ഇറാൻ റഷ്യയോട് തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം തിരിച്ചു ചോദിച്ചു. ഇറാനും അവരും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്, സുഹൃത്ത് ബന്ധമാണ്. അവരെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇറാൻ എന്ത് ചെയ്തു? ഉൽപാദനം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ഇത്ര 60% ഇല്ലായിരുന്നു, 30% അതിനോടനുബന്ധിച്ചേ ഉള്ളായിരുന്നു. അത് പെട്ടെന്ന് 60% ഇനി 90% കുറഞ്ഞ കാലം മതി. 90% ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എണ്ണി വരുന്ന സമയത്ത് 30 കഴിഞ്ഞാൽ പിന്നെ 31, 32, 60, 60 അങ്ങനെയല്ല. ഈ അറ്റോമിക് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 0 പോയിന്റിൽ നിന്ന് 10% വരും, പിന്നെ അത് 30% വരും, പിന്നെ അത് 60% വരും, പിന്നെ 90% അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 60%, 90% വരിക തന്നെ അടുത്ത സ്റ്റേജാണ്, അടുത്ത സ്റ്റെപ്പാണ്. അത് ഏകദേശം എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കരാർ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇറാൻ മറുപടി നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം തീർക്കാവുന്നതാണ് എന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പോൾ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു മറുപടിയുണ്ട്. കരാർ വ്യവസ്ഥകളും കരാർ പത്രങ്ങളും സംവിധാനങ്ങളും എല്ലാ പ്രാവശ്യവും അമേരിക്ക അവതരിപ്പിക്കാറുണ്ട്. കരാർ വ്യവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നും പറയുന്നു. ആ വ്യവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഇറാനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ അനുവാദത്തോടു കൂടി ഹോർമുസ് കടലിൽ കടക്കുന്ന കപ്പലുകളെ അമേരിക്ക ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. ആ പ്രവൃത്തി അമേരിക്ക ചെയ്തു. ഒരു ഭാഗത്ത് സമാധാനമുണ്ട് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുകയും മറുഭാഗത്ത് ആന്തരികമായ രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തു. അത്തരം ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചടിക്കും. സ്വാഭാവികമായിട്ട് തങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. തങ്ങളുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം, തങ്ങളുടെ ജനങ്ങളുടെ സംരക്ഷണം, അവരുടെ സ്വത്തിൻ്റെ സംരക്ഷണം, ജീവൻ്റെ സംരക്ഷണം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതിന് നേരെ ആക്രമണം വരുന്ന സമയത്ത് തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതൊരു ഗൗരവപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികരണം അങ്ങനെയാണ്. കാര്യം ഇതിന് മുൻപ് പലതും അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവർക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന അവർ അംഗീകരിക്കില്ല, അവർ കൊടുക്കുന്ന ഞങ്ങൾ പിന്നെ എന്തിനു അംഗീകരിക്കണം എന്നുള്ളിടത്തേക്കാണ്. പ്രധാനമായിരിക്കുന്ന വിഷയം ഒന്ന് ഹോർമുസ് കടലാണ്, രണ്ടാമത്തെ ആണവായുധമാണ്, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എത്തിയിട്ടില്ല. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത് അമേരിക്ക പറയുന്നത് അത് കൈമാറണം എന്നുള്ളതാണ്. ഞങ്ങൾ കൈമാറില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്. രണ്ടാമത്തെ ഹോർമുസ് കടലിൽ സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കണമെന്നാണ് പറഞ്ഞത്. ആക്കില്ല ഞങ്ങൾ പറഞ്ഞതാണ്. ആ വിഷയം ഇപ്പോൾ തന്നെ ലഘൂകരിച്ചാലും പറയുന്ന ആ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളിടത്തേക്കാണ് ഇറാൻ്റെ നിലപാട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങൾ ഇറാന് നേരെ നടത്തും, അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതിന് ഇറാൻ്റെ മറുപടി ഇതെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി ഡിക്ഷണറി പരിധി കൊണ്ട് കനമുള്ള വാക്കുകൾ എടുത്തുകൊണ്ട് ഇറാനെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് സോഷ്യൽ ട്രൂത്ത് വഴി ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അപ്പം നശിപ്പിക്കും, സംസ്കാരം നശിപ്പിക്കും, സൈനിക സംവിധാനം നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ പലതരത്തിലും പല രൂപത്തിലും പല കോലത്തിലും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പറയുന്നു എന്നല്ലാതെ ആ പറയുന്ന വാക്ക് കേട്ടിട്ട് അങ്ങനെ പ്രയാസപ്പെടുകയും ഈ ഭയപ്പെടുകയും ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ഞങ്ങൾ എന്നോ തോറ്റുപോയി. ഞങ്ങൾ തോൽക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവ നശിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു വെക്കാനുള്ള മേഖല ഞങ്ങൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അത് പ്രയോഗിക്കാൻ വേണ്ടി സൈനികരുണ്ട്, അത് സ്ഥാനത്തിൽ എത്തിക്കാൻ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഗവൺമെൻറ്റും സൈനികരും ആത്മീയ നേതൃത്വവും മതസംഘടനയും സംയുക്തമായി ചേർന്ന് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അപ്പോൾ അതിന് എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കില്ല. വാക്കുകൊണ്ട് തകർക്കാൻ പറ്റുകയാണെങ്കിൽ എന്നേത് തകർന്നു പോകുമായിരുന്നു. അപ്പോൾ സോഷ്യൽ ട്രൂത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുക, ഇറാനെതിരെ എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ആനന്ദം കൊള്ളുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ ഒരു നിലക്കും സാധിക്കുകയില്ല. അപ്പോൾ ഇതിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കുക എന്നല്ലാതെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കുകയില്ല. അങ്ങനെ പാലിക്കേണ്ട കാര്യമില്ല. ഹോർമുസ് ഞങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടണം. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിലപാട് അതാണ്. പിന്നെ ഈ പറയപ്പെട്ട ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയം ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് അമേരിക്കകൾ വിട്ടുകൊടുക്കില്ല. ഇനി റഷ്യ, ചൈന നിർബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് താൽക്കാലത്തേക്ക് കൈമാറാൻ വേണ്ടി തയ്യാറാണ് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇസ്രായേലിന് ഉദ്ദേശ കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെയുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുക, സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറക്കുക. ഇസ്രായേൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മറുവാക്ക് പറയാൻ പറ്റാത്ത വിധം മിഡിൽ ഈസ്റ്റ് ഏരിയകളെ
സംഘടിപ്പിക്കുക, ഇത്തരം ഒരുപാട് ഉദ്ദേശ കാര്യങ്ങൾ ഇസ്രായേലുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അമേരിക്ക ഇതിൽ എന്ത് റോള്? അപ്പോൾ ഇസ്രായേൽ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസബുദ്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അത് സഹിക്കാനും അമേരിക്ക തയ്യാറാകണം എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ രത്ന ചുരുക്കമായിരിക്കുന്ന വാക്ക് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.